നിങ്ങൾക്കൊന്ന് ഫുട്ബോൾ കളിക്കാൻ അറിയില്ലേ? ഗോൾ പോസ്റ്റ് ഇത് അവിടെയാ. പിന്നെ എന്തിനാ എന്റെ ദേഹത്ത് വെറുതെ അടിച്ചത്? ജോണെ, ബോള് ഞാൻ ആ പോസ്റ്റിലേക്ക് തന്നെയാണ് അടിച്ചത്. ദേ നോക്ക്, ഇങ്ങനെ. എന്താ നിങ്ങൾ എന്നെ വെച്ച് കോമഡി കളിക്കുവാണോ? ഒരൊറ്റ എണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല. ഈ ജോൺ ആരാണെന്ന് നിനക്കൊന്നും അറിയില്ല. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ അല്ലേ നമ്പർ 2? കവിതയുടെ കാര്യമൊക്കെ വിട്ടിട്ട് ആ ബോളിങ് എടുക്ക്. ഗോള് ഞാൻ അടിച്ചു കാണിക്കാം. ഇങ്ങനെ ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നതാ. എനിക്ക് നിന്നെ കണക്ക് നന്നായിട്ട് ഫുട്ബോൾ കളിക്കാൻ അറിയാം. എന്റെ വീട് മലപ്പുറത്ത്. ചങ്കൂറ്റ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ഫുട്ബോൾ മാച്ച് വെക്കണേ. പൊളിച്ചടുത്തല്ലോ. ഫുട്ബോൾ കളിയിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടട്ടോ. വന്നേ നമുക്ക് മാച്ച് വെക്കാം. ശരി, സമ്മതിച്ചു. നാളെ രാവിലെ ഈ സ്ഥലത്ത് വെച്ച് മത്സരം നടത്താം. ഓക്കെ. ജോൺ ഉറപ്പായിട്ട് ഉടായിപ്പ് കാണിക്കും. നമ്മൾ എന്ത് ചെയ്യും? ഓയ്, ഡോണ്ട് വറി. ഇനി ഒരു പക്ഷെ അവൻ ചീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് തയ്യാറായി പോവാം. ഇതാ ഇത് കണ്ടില്ലേ? ഇതിനെ കിക്കിംഗ് ഷൂ എന്നാ പറയാറ്. ഇത് വെച്ച് ആരെങ്കിലും കിക്ക് ചെയ്യുവാണെങ്കിൽ പിന്നെ ബോളിന്റെ സ്പീഡിനെ ഒരുത്തനും തടയാൻ പറ്റില്ല. പിന്നെ ബോള് നേരെ ഗോൾ പോസ്റ്റിലേക്ക് പോയി ഗോളാവും. ഇനി നല്ല രസമായിരിക്കും. ഞാനിത് ധരിച്ചോളാം. ഈ ബട്ടൺ എന്തിനാണ്? വേണ്ട വേണ്ട, കാലിലിട്ടതിന് ശേഷം മാത്രമേ ബട്ടൺ ഞെക്കാൻ പാടുള്ളൂ. പൊളിച്ചടുത്തല്ലോ. നിന്റെ ടീമിൽ വെറും 3 പേരല്ലേ ഉള്ളൂ. നാലാമനും ഉണ്ട്. അല്ല, ഈ പ്രായത്തിൽ ഇയാളോട് വിശ്രമിക്കാനല്ലേ പറയേണ്ടത്? നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഫുട്ബോൾ കളിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ പേരാണ് ജോബിൻ. ഇയാള് നിങ്ങളെയൊക്കെ ജാമാക്കി തിന്നുകളയോ? എന്റെ അമ്മോ, ഞാനില്ലാതെ എങ്ങനെ നിങ്ങൾ ഈ മാച്ച് തുടങ്ങും? ഈ കളിയിൽ ഞാനല്ലേ റഫറി. മാച്ച് തുടങ്ങാം. എന്റെ അമ്മോ, അപ്പൂപ്പ ഒന്ന് സൈഡിൽ നിൽക്കേ. ബോളങ്ങാൻ തട്ടിയാലേ കാറ്റ് പോവും. എന്താ ഇത്? അപ്പൂപ്പൻ എവിടേക്കാ പോയേ?
അതാ അവിടെ. ബോൾ എവിടെയാ? ആരുടെ കയ്യിലാ? ഇവിടെ ഉണ്ട് എന്റെ കയ്യിൽ. പൊളിച്ചടുത്തല്ലോ. ഈ മുത്തശ്ശൻ ഒരു സൂപ്പർമാൻ ആണല്ലോ. ഇയാളിത് എങ്ങനെ ഗോളടിച്ചത്? ഈ അപ്പൂപ്പൻ ഇത് എവിടെ പോയി? കളി ഫുട്ബോൾ കൊണ്ട് കളിക്കേ, ഞങ്ങളെയും കൊണ്ടല്ല. ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇവരെ തോൽപ്പിക്കുക എന്നുള്ളത് പ്രയാസം മാത്രമല്ല, ഒരിക്കലും കഴിയില്ല. ബോട്ട് പതലോ, ഇതാ ട്രക്ക് വന്നിട്ടുണ്ട്. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വേഗം സ്ഥലം വിടാൻ നോക്ക്. അതിന് മാച്ച് കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ആരെങ്കിലും കളിക്കാനുണ്ടോ? കളിക്കും, ഞങ്ങൾ തീർച്ചയായിട്ടും കളിക്കും. ഫുർഫുറി നഗരം ഞങ്ങളുടെ ജീവനാണ്. അതിനെ വിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോവില്ല. ഹാഫ് ടൈം. ആ വല്യപ്പനുണ്ടല്ലോ, അത്ര സാധാരണക്കാരനൊന്നും അല്ല, മന്ത്രവാദിയാ. ആ ജോൺ നമ്മളെ പറ്റിക്കുവാ. നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇതൊരു മാഗ്നറ്റിക് ഷൂവാ, പിന്നെ ഇത് മാഗ്നറ്റിക് ഫുട്ബോളും. ഈ ഷൂ ഇട്ടുകൊണ്ട് നിങ്ങൾ കളിക്കുവാണെങ്കിൽ ഈ ബോൾ ഉണ്ടല്ലോ ഈ ഷൂവിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. പിന്നെ ആർക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് ബോള് വാങ്ങിച്ചെടുക്കാൻ പറ്റില്ല. പൊളിച്ചടുത്തല്ലോ. നമ്മളിവിടെ ഗോൾ മഴ പെയ്യിക്കും. ചെല്ല്, ചെന്നവരെ തടയ്. മോട്ടു ഗോളടിക്കേ, ഗോൾ. ചെല്ല്, ചെന്നവരെ തടയ്. മോട്ടു വേഗം ഗോളടിക്കേ, ഗോൾ. എന്റെ അമ്മോ, പന്തെവിടെ? ഇവൻ എങ്ങോട്ടാ ഈ പന്ത് അടിച്ചിരിക്കുന്നത്? പൊളിച്ചടുത്തല്ലോ. പന്ത് മോട്ടുന്റെ കാലിൽ ഒട്ടിയിരിക്കാണല്ലോ. ജഡ്കയുടെ കണ്ടുപിടുത്തം ഒന്നിനും കൊള്ളില്ല. വിട്ടു പോവാൻ, പോവാൻ. ഓനെ പറഞ്ഞു. മോട്ടു വേഗം നിങ്ങൾ ചെയ്യേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. എന്റെ ചായക്കാരൻ ചേട്ടാ, ഞങ്ങളുടെ കയ്യിൽ പൈസ ഒന്നുമില്ല. ഫുർഫുറി നഗറിന്റെ അഭിമാനത്തിന്റെ കാര്യം, കുറച്ച് സമൂസ തരുമോ? പിന്നെന്താ, ഫുർഫുറി നഗറിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ? കൊണ്ടുപോയി തിന്നെ, പക്ഷെ തോറ്റേക്കരുത്. പൊളിച്ചേ. ഇന്നാ പിടിച്ചോ. നിങ്ങൾ വളരെ ശക്തിശാലികളാണ്. സമ്മതിച്ചിരിക്കുന്നു. ഐ സറണ്ടർ. ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഞാൻ പോവുക. നിങ്ങളുടെ കൂടെയുള്ള ഈ കളി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൂപ്പൻ ഫ്രീ ആകുമ്പോഴൊക്കെ വാ. ഫുട്ബോൾ എങ്ങനെ കളിക്കണമെന്ന് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ശത്രുക്കളുടെ മുന്നിൽ എന്തിനെങ്ങനെ തലകുനിക്കുന്നത്? ഞങ്ങളെ ഒറ്റക്കാക്കിയിട്ട് പോവുകയാണോ? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ.
രക്ഷിക്കണേ, രക്ഷിക്ക്. ഹേൽ, മുത്തശ്ശ, രക്ഷിക്ക്. Watch India's largest kids library only on Jio Hotstar. Download the app now.